ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്യു 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലൂക്ക 1:30. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഓരോ ക്രിസ്തുമസും ദൈവപിതാവ് മനുഷ്യന് നൽകിയ സ്നേഹ സമ്മാനത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. അവസാനം വരെയുള്ള ക്ഷമയുടെ പ്രതീകം കൂടിയാണ്. മനുഷ്യന് പുതുജീവൻ പകർന്നുകൊണ്ട് യേശു ക്രിസ്തു ബെത്ലഹേമിൽ പൂജാതനായി. ഹല്ലേലൂയ.